Traders welcome. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്ക് ടെസ്റ്റിനെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് വീഡിയോ റൈറ്റ്. ബട്ട് ഈ ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ചെയ്യാൻ എത്രത്തോളം ഈസിയാണെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഇതൊരു പെർട്ടിക്കുലർ ഒരു ട്രേഡിംഗ് വീഡിയോ അല്ല, ബട്ട് ആസ് എ ട്രേഡർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആസ് എ ട്രേഡർ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഫോക്കസാണ്. അത് നിങ്ങൾ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. പല ആൾക്കാരും പറയും എൻ്റെ പ്ലാൻ അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, മാർക്കറ്റിൽ വർക്ക് ആവുന്നില്ല, ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഇതിന് ബാക്ക് ടെസ്റ്റ് മാത്രം പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പറയാറുണ്ട് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ജോബ്സിന് ഇതുപോലെ ഹൈ ലെവൽ ഓഫ് പ്രസൻസ് വേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മളൊരു ഓഫീസ് വർക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പ്രസൻസ് വേണ്ട എന്നല്ല, ബട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെ ട്രേഡിങ്ങിൽ നമുക്ക് വേണ്ട പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലാണ്. സോ ആദ്യം അത് മനസ്സിലാക്കുക, അതിനുശേഷം എങ്ങനെയാണ് നമുക്ക് ഫോക്കസ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ്. സോ ഫോക്കസ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള കാര്യം ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുകയാണ്. അതിന് പല മെത്തേഡ്സ് ഉണ്ട്, മെഡിറ്റേഷൻ അതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അക്സെപ്റ്റ്, അതായത് ഒരു ഫോക്കസിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല സമയത്തും നമ്മൾ ആസ് എ നോർമൽ ഹ്യൂമൻ ബീയിങ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന കാര്യത്തിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും. അതുകൊണ്ട് എനിക്ക് യൂസ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഒരിക്കലും ഡിസ്ട്രാക്ഷനായിട്ട് കാണുകയും ചെയ്യില്ല. നമ്മളുടെ വിലയേറിയ സമയം ഇങ്ങനെ വേസ്റ്റായി പോകുന്നത് നമ്മൾ അറിയുകയും ചെയ്യില്ല. നിങ്ങൾക്കറിയാം, ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു നെറ്റ് കണക്ഷൻ വേണം, ഒരു ലാപ്ടോപ്പ് വേണം. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ ഈ ബാക്ക് ടെസ്റ്റിന് വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വെറുതെ ഒന്ന് കയറി നോക്കും, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. പിന്നെ നമ്മൾ തന്നെ അറിയില്ല എത്ര സമയം പാസ്സായി എന്നുള്ളത്. ബാക്ക് ടെസ്റ്റ് നടന്നിട്ടുണ്ടാവില്ല, നമ്മളുടെ ടൈം മുഴുവൻ വേസ്റ്റും ആയിട്ടുണ്ടാവും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമറായിട്ട് പറയാം. അതുപോലെ നിങ്ങൾ കോപ്പി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം നമുക്ക് എല്ലാവരുടെയും ഡിസ്ട്രാക്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിനൊരു ഫ്രെയിം വർക്ക് മാത്രമാണ് ഈ വീഡിയോ കൂടി ഞാൻ തരുന്നത്. സോ അതിനനുസരിച്ച് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നോക്കുക. 90% ആൾക്കാർ ട്രേഡിങ്ങിൽ ലോസ് ആക്കുന്നുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ബട്ട് അതുപോലെ തന്നെയാണ് ലോകത്തുള്ള എല്ലാ ബിസിനസ്സിലും 90 to 95% ആൾക്കാർ ലോകത്തുള്ള എന്ത് കാര്യത്തിലും, ബിസിനസ്സിൽ നിന്ന് മാത്രമല്ല, ഒരു നോർമലായിട്ട് പോകുമ്പോൾ ബാക്കിയുള്ള ഒരു ഫ്യൂ പേഴ്സൺസ് മാത്രമാണ് ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കുക, ഏതൊരു സോഷ്യൽ മീഡിയ നോക്കിയാലും അതിലൊരു 5% മാത്രമായിരിക്കും ക്രിയേറ്റേഴ്സ്. ബാക്കി 95 എന്ന് പറയുന്നത് എപ്പോഴും കൺസ്യൂമേഴ്സാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളുടെ ബെനിഫിറ്റിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. അവിടെ അറ്റൻഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്ഷൻസ് തന്നെയുണ്ട്. അതായത് നമ്മളെ എങ്ങനെ അതിൽ പിടിച്ചിരുത്താം, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ അട്രാക്റ്റ് ചെയ്യാമെന്നുള്ളത്, നോട്ടിഫിക്കേഷൻ രൂപത്തിലായാലും. ഇതൊക്കെ ഒരു ഡിജിറ്റൽ ഡ്രഗാണ്. നമ്മൾ മറ്റേ ഡ്രഗ്സിനെ കുറിച്ച് പറയാറുണ്ട്, അതിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സാണ് ഇത്. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അഡിക്റ്റീവായിട്ടുള്ള രണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒന്ന് യൂട്യൂബും ഒന്ന് ഇൻസ്റ്റാഗ്രാമുമാണ്. ഇതിൽ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇതുപോലെയുള്ളൊരു സംഭവങ്ങൾ 100% ഒഴിവാക്കുക എന്നുള്ള ഒരു അപ്രോച്ചല്ല എൻ്റേത്. കാരണം എനിക്ക് തോന്നുന്നു എല്ലാം വളരെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് റൈറ്റ്. സോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പൊതുവേ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, വല്ല പോസ്റ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും, പോസ്റ്റ് ചെയ്യും, ആപ്പ് ഡിലീറ്റ് ചെയ്യും. സോ ഇത് വളരെ ടയർസമായിട്ടൊരു സംഭവമായിട്ട് തോന്നാം. ബട്ട് ഞാൻ വീക്കിലി 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ വല്ല കാര്യങ്ങൾ നോക്കണം തോന്നിയാൽ, ഭയങ്കര ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് സമയം നോക്കി അൺഇൻസ്റ്റാൾ ചെയ്യും. ആപ്പ് ബ്ലോക്കിംഗ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം മൊബൈലിൽ അവൈലബിൾ ഉണ്ട്. ബട്ട് അതൊന്നും എന്നെ സംബന്ധിച്ച് വർക്ക് ആവാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. നമ്മളുടെ കയ്യിലുള്ള ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക. നമുക്ക് വളരെ സന്തോഷം തോന്നും കുറേ സമയം ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ. നമുക്കറിയാം, ഒരു റീലിൽ നിന്ന് അടുത്ത റീലിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഭയങ്കര രസമാണല്ലേ. അത് മനസ്സിലാക്കി നിങ്ങളുടെ അഡിക്ഷൻ എന്താണോ അത് നോക്കി നിങ്ങൾ അതിനെ റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ നോക്കുക. പിന്നെ യൂട്യൂബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, യൂട്യൂബിൽ ശരിക്കും ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് ഉണ്ട്. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു നല്ല ഇൻഫർമേഷന് വേണ്ടി നമ്മളൊരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ
ഒരുപാട് റെക്കമെൻഡേഷൻസ് സൈഡിൽ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ റീൽ സ്ക്രോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞ പോലെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ ഈ റെക്കമെൻഡേഷൻസിൻ്റെ സൈഡിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വരും, റൈറ്റ്? ഇതൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അൽഗോരിതംസ് ആണ്. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകും, അങ്ങനെ അതിനും ഒരു എൻഡില്ലാതെ ഒരു റാബിറ്റ് ഹോളായി മാറുകയാണ് ചെയ്യുന്നത്. സോ എഗെയിൻ നമുക്ക് ഒരു ഇൻഫർമേഷൻ വേണം. സോ സ്വാഭാവികമായിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കി സെർച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു 10-30 വീഡിയോ ക്ലിപ്സ് നമ്മളുടെ ഫ്രണ്ടിലേക്ക് എത്തി. അതിലേതെങ്കിലും ഒരു വീഡിയോ നമുക്ക് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. സ്വാഭാവികമായിട്ട് നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് പോകും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത് മിനിമൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. മിനിമൽ യൂട്യൂബ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. എഡ്ജിലും ക്രോമിലും എല്ലാ വെബ് സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. മിനിമൽ യൂട്യൂബ് ചെയ്യുന്ന വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ യൂട്യൂബിലേക്ക് പോകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഫുൾ സ്ക്രീൻ ബ്ലാങ്ക് ആയിരിക്കും. അതായത് യൂട്യൂബിൻ്റെ സെർച്ച് ബാർ ഉണ്ടാവും, ബാക്കി മുഴുവൻ കാര്യങ്ങളും ബ്ലാങ്ക് ആയിരിക്കും. നമുക്കവിടെ ജസ്റ്റ് പോയി നമുക്ക് എന്താണോ വേണ്ടത് സെർച്ച് ചെയ്യാം. ആ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ടാബിലാണ് നോർമലി വീഡിയോ ഓപ്പൺ ആവുക, റൈറ്റ്? അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ വീണ്ടും കുറേ റെക്കമെൻഡേഷൻസ് കാണും. അതൊന്നും ഇതിൽ കാണില്ല. ദാറ്റ് മീൻസ് എവറി വീഡിയോ, എല്ലാ വീഡിയോയും അത് ഹൈഡ് ചെയ്യും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഞാൻ പറയുമ്പം അതിൻ്റെ എഗെയിൻസ്റ്റ് വ്യൂ ഉള്ള പല ആൾക്കാരും ഉണ്ടാവും. സോ അത് ഞാനതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, ഇത് എൻ്റെ ഒരു ഫ്രെയിം വർക്ക് മാത്രമാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. ബട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ക്രൗഡിൽ നിന്ന് അല്ലെങ്കിൽ ഹേർഡ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അവർ ചെയ്യാത്ത കാര്യങ്ങൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. പിന്നെ നെക്സ്റ്റ് ട്രേഡിംഗ് അവേഴ്സിൽ എന്നെ സംബന്ധിച്ച് നമുക്കറിയാം, പല സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്ത് വെറുതെ ഒരുപാട് സമയം ഇരിക്കേണ്ടി വരും സിസ്റ്റത്തിന് മുന്നിൽ, റൈറ്റ്? ഇപ്പം ഞാൻ ഒരുപാട് സ്വിംഗ് ട്രേഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇരിക്കുന്ന ടൈം, അതായത് വെറുതെ ഇരിക്കുന്ന ടൈം ചിലപ്പോൾ കൂടുതലായിരിക്കും. സോ അന്നേരം എങ്ങനെയാണ് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുക? അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ കിൻഡിൽ എന്ന് പറയുന്നത്. അതായത് കിൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബുക്ക് റീഡ് ചെയ്യാനുള്ള ഒരു ഇങ്ക് റീഡറാണ്. കിൻഡിൽ എന്ന് പറയുന്നത് ഞാൻ 2010 മുതൽ യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ്. കാരണം ഞാൻ പുറത്തായിരുന്ന സമയത്ത് ഫിസിക്കൽ ബുക്സ് അത്ര കൺവീനിയൻ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ബട്ട് ഇപ്പോഴും എൻ്റെ ടേബിളിൽ എല്ലാ സമയത്തും ഈ ഒരു കിൻഡിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രീ ടൈമിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കിൻഡിൽ ഞാൻ ഒരുപാട് ബുക്സ്, ഓൾറെഡി റീഡ് ചെയ്ത ബുക്സ് ഞാൻ റീഡ് ചെയ്യും, ഹൈലൈറ്റ്സ് റീഡ് ചെയ്യും. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ്. സോ അതും നമ്മളെ ഡിസ്ട്രാക്റ്റ് ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇതൊരു ഫ്രെയിം വർക്കാണ്. നിങ്ങൾക്ക് എന്താണോ ഡിസ്ട്രാക്ഷൻ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക ഡിസ്ട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത്. അതിനുശേഷം അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക. സി ഗൈസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും അത്ര ഈസി അല്ല. സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഈസി അല്ല ട്രേഡിംഗ് ആയാലും അല്ലെങ്കിൽ ലൈഫിലുള്ള എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ ഈസി ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് കണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട കിൻഡിൽ വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിസ്ട്രാക്റ്റ് ആവാതിരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഒരു കാര്യമില്ല. 2 ബുക്ക്, 1-2 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്സ് നിങ്ങളുടെ ടേബിളിൽ വെക്കുക. സ്വാഭാവികമായിട്ടും എപ്പോഴാണോ അതായത് നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് തോന്നുന്നത് ഡിസ്ട്രാക്റ്റഡ് ആവുകയാണെന്ന് തോന്നുന്നത്, ആ സമയത്ത് ഈ ബുക്ക് നിങ്ങൾ എടുത്ത് വായിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ കാര്യം, മൊബൈൽ. നമുക്കറിയാം ഒരു കാര്യമില്ലാതെ മൊബൈൽ എടുത്ത് സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. മൊബൈൽ നമുക്കറിയാം എല്ലാ മൊബൈലിലും ഇപ്പം സ്ക്രീൻ ടൈം പോലെയുള്ള ആപ്സ് അവൈലബിൾ ആണ്. പെയ്ഡും ഫ്രീയും ഒക്കെ അവൈലബിൾ ആണ്. ഐഫോണിലാണെങ്കിൽ സ്ക്രീൻ ടൈം ഉണ്ട്, ആൻഡ്രോയിഡിലാണെങ്കിലും ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ കളർ ഗ്രേ സ്കെയിലിലേക്ക് മാറ്റി വെക്കുക. അതും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ഈ ഫോണിൻ്റെ പുറകെ പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങളുടെ ആക്ച്വൽ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അത് ബാക്ക് ടെസ്റ്റ് ആയാലും അല്ലെങ്കിൽ ട്രേഡിംഗ് ആയാലും എന്താണെങ്കിലും. അപ്പോൾ ഇത് സൈക്കോളജിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം നമ്മൾ പല സമയത്തും പറയാറുണ്ടല്ലോ, ട്രേഡിങ്ങിൽ സ്ട്രാറ്റജിയേക്കാൾ ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിയാണ്. ബട്ട് ഈ സൈക്കോളജി കറക്റ്റായിട്ട് എങ്ങനെയാണ് വരിക? അതായത് ഫിയർ ഇല്ലാതിരിക്കണം, ഫോമോ ഇല്ലാതിരിക്കണം. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക? മൈൻഡ് ആ സമയത്ത് 100% ഫോക്കസ്ഡ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവം ഇല്ലാതിരിക്കൂ. അതേസമയത്ത് നമ്മൾ ഡിസ്ട്രാക്ട് ആയിക്കൊണ്ടിരുന്നാൽ നമുക്ക് ട്രേഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ട്രേഡ് ഇടും, അതിനുശേഷം നിങ്ങൾ വല്ല യൂട്യൂബിൽ പോയി കുറച്ച് വീഡിയോ കാണും, തിരിച്ചു വരുമ്പോഴേക്ക് ചിലപ്പോൾ ചെറിയൊരു ലോസ് ആയിരിക്കും. നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഫിയർഫുൾ ആയിട്ട് അത് എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ പ്രോഫിറ്റ് ഇന്നലത്തെ ലോസിനേക്കാളും 2 രൂപ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി എടുത്തേക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ബുക്ക് ചെയ്യും. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് സൈക്കോളജി കറക്റ്റ് ആവണമെങ്കിൽ ഫോക്കസ്, പ്രസൻസ് ഓഫ് മൈൻഡ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ട്രാക്ഷനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞാൽ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.